ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ സുധി ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അടിയിൽ വന്ന് ഒരുപാട് പേര് കമൻറ്റ്സ് ഇട്ടേക്കുന്നു പറഞ്ഞാൽ ഇത് കണക്ക് എന്തിനാണ് കള്ളത്തരം കാണിക്കുന്നത്, അഭിനയിക്കുകയാണോ, പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള അഭിനയം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്കൊണ്ട് കുറച്ച് നാൾ മുമ്പ് ഇത് കണക്ക് സുധി ചേട്ടൻ മരിച്ച ദിവസം പോലും നേരിച്ച് ഓർമ്മയില്ലാത്ത രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷം 3 വർഷം എന്നുള്ള രീതിയിൽ അങ്ങോട്ടാണ് ചോദിച്ചുകൊണ്ടേ ഇരുന്നത്. സോ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഭയങ്കര വൈറലായിട്ട് ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ വന്ന് ഇതിനകത്തുള്ളൊരു വീഡിയോ ഇട്ടപ്പം ആ സമയത്തുണ്ടെങ്കിൽ നിനക്ക് അതുപോലും ഓർമ്മയില്ല, പിന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, അഭിനയിക്കേണ്ട ഒരു കാര്യവും ഇല്ല, നീ ഉണ്ടെങ്കിൽ നിൻ്റെ കാര്യം നോക്കി പോകാം, അതിന് പകരം ഉണ്ടെങ്കിൽ ഇതേണക്ക് പിന്നെ സുധിയുടെ പേര് എടുത്തിട്ടുണ്ട്, ഇതിനകത്തുള്ള കാര്യങ്ങൾ വീഡിയോകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് താനും സുധി ചേട്ടനുള്ള ഇഷ്ടം, അതോടെ തന്നെ ബന്ധമൊന്നും ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേരുണ്ടെങ്കിൽ ഞങ്ങളെപ്പറ്റി വല്ലാത്ത രീതിയിലൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് സ്നേഹമില്ല അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ആൾക്കാരുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.